പാദസര കിലുക്കവുമായി വയൽ വരമ്പിലൂടെ കിലുക്കാമ്പെട്ടി പോലെ ഓടി വന്നപ്പോൾ നിറയെ ചെമ്പരത്തിപ്പൂക്കളുമായി വന്ന തെക്കൻ കാറ്റ് അവളെ പൊടുന്നനെ ഉണരുന്നു, പെണ്ണാക്കി മാറ്റുന്നു. സമസ്ത ലോകത്തിനും ഉയിർനാമ്പുകൾ നൽകാൻ ചാന്ദ്രമാസങ്ങൾ തോറും ചെത്തിപ്പൂക്കൾ അർപ്പിക്കുന്നു. സൃഷ്ടിയുടെ അടയാളമായി ഋതുമതി, ദേവത പോലെ പൂജിക്കപ്പെടേണ്ടവൾ, ഭൂമിയുടെ ഉർവരത, കരുണയും സ്നേഹവും വാത്സല്യവും മമതയും കുറുമ്പും തികഞ്ഞ പെണ്ണ്. നമസ്കാരം. ഈ വനിതാ ദിനത്തിൽ ബോബി ജോസ് കട്ടികാടച്ചൻ എഴുതിയ അവൾ എന്ന പുസ്തകത്തെക്കുറിച്ച് പറയണമെന്ന് തോന്നി. പുസ്തകത്തിന്റെ മുഖപടത്തിൽ ദി ബുക്ക് ഓഫ് വുമൺ എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് ഈ പുസ്തകം വായിക്കേണ്ടത് എന്ന് തോന്നി. പുസ്തകത്തിന്റെ വരികളിലെല്ലാം നിറഞ്ഞു കവിയുന്ന സ്ത്രീത്വത്തിന്റെ നേർക്കാഴ്ചകൾ, ചെറുതും വലുതുമായ സ്ത്രീകളുടെ ജീവിത ചിത്രങ്ങൾ എല്ലാം നമ്മെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഓടിയെത്താൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കും. അമ്മയുടെ അടുത്തേക്ക്, ഭാര്യയുടെ അടുത്തേക്ക്, മകളുടെ അടുത്തേക്ക്, കൂട്ടുകാരിയുടെ അടുത്തേക്ക്. പൂക്കൾ ഉതിർത്തു നിൽക്കുന്ന പൂമരത്തിൽ നിന്ന് തുടങ്ങി സ്ത്രീ എന്തിനാണ് കരയുന്നത് എന്ന അവസാന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി വായിച്ച് പുസ്തകം മടക്കുമ്പോൾ വീടിനുള്ളിലും പുറത്തും നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നുപോയ സ്ത്രീ സാന്നിധ്യങ്ങളെ ഓർത്ത് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പും. ഗാന്ധിജിയും കസ്തൂർബായും വാതിൽക്കലേക്ക് നീങ്ങി നിന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുമ്പോട്ട് വന്നു. മുഷിഞ്ഞു നാറിയ വസ്ത്രം, പല്ലുകൾ കൊഴിഞ്ഞിരിക്കുന്നു, കയ്യിൽ ഒരു മുസമ്പി നാരങ്ങയുണ്ട്. മഹാത്മാഗാന്ധിയുടെ മൂത്ത മകൻ ഹരിലാൽ ഗാന്ധിയാണ് കഥാനായകൻ. ലഹരിയിൽ മുങ്ങി അലിഞ്ഞു പോയവൻ. ഹരിലാൽ മുസമ്പി കസ്തൂർബായുടെ നേരെ നീട്ടി. എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഗാന്ധിജി ചോദിച്ചു. താങ്കൾക്കൊന്നുമില്ല. അമ്മയുടെ പുണ്യത്തിന്റെ ശക്തി കൊണ്ടാണ് താങ്കൾ ഇത്രയും വലുതായത്. അത് മറക്കണ്ട, ഹരിലാൽ പറഞ്ഞു. അതെനിക്കറിയാം. നീ ഞങ്ങൾക്കൊപ്പം പോരുന്നില്ലേ? ഗാന്ധിജി ചോദിച്ചു. ഇല്ല, ഞാൻ ബായെ കാണാൻ വന്നതാണ്, ഹരിലാൽ പറഞ്ഞു. വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ ഹരിലാൽ തേങ്ങിക്കരഞ്ഞുകൊണ്ട് കസ്തൂർബായോട് പറഞ്ഞു, ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടില്ല അമ്മേ. അമ്മ മുസമ്പി തിന്നണം, അമ്മ മാത്രം. തെല്ലു മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ഗാന്ധിയുടെ മകൻ സുബോധത്തോടെ പറയാൻ ശ്രമിച്ച കാര്യം അതാണ്. ഈ സ്ത്രീ കാരണമാണ് നിങ്ങൾ ഉണ്ടായത്. അവളുടെ ത്യാഗം മറന്നു പോകരുത്. നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുവാൻ ദൈവം കരുതി വെച്ച തൊട്ടിലാണ് അവൾ. അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നമ്മുടെ ശ്രമത്തെ ചിലപ്പോൾ കണ്ണീരുകൊണ്ടും മറ്റു ചിലപ്പോൾ കലഹം കൊണ്ടും അവൾ തടഞ്ഞു നിൽക്കും. നങ്ങേലി നടത്തിയ വിപ്ലവത്തിന് മുന്നിൽ തകർന്നടിഞ്ഞ അധികാരത്തിന്റെ ചിഹ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ അച്ഛൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ സാമൂഹിക മുന്നേറ്റങ്ങളുടെ പിന്നിലെ ത്യാഗങ്ങളെയെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന പുതിയ കാലത്തിന് നേർക്ക് പിടിച്ച കണ്ണാടിയാണ്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു തിരുവിതാംകൂറിൽ 1800 ആരംഭത്തിൽ. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന കാലം. അപ്രകാരം ചെയ്താൽ കപ്പം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥയെ കാര്യമായ പ്രതിരോധമില്ലാതെ നിലനിർത്താനുള്ള മാർഗമായിരുന്നു അത്. ഒപ്പം ഖജനാവിലേക്ക് വരുമാനവും. എന്നിട്ടും നങ്ങേലി മാറുമറയ്ക്കാൻ തന്നെ ധൈര്യപ്പെട്ടു. അവളെ തേടി രാജാവിന്റെ നികുതി പിരിവുകാരെത്തിയപ്പോൾ അവൾ നികുതി കൊടുത്തില്ല. പകരം മൂർച്ചയുള്ള അരിവാളുകൊണ്ട് മാറു മുറിച്ച് ഒരു തൂശനിലയിൽ വെച്ചു കൊടുത്തു. ചോരവാർന്ന് വൈകാതെ നങ്ങേലി മരിക്കുകയും ചെയ്തു. തകർന്നുപോയ അവളുടെ പുരുഷൻ അവളുടെ ചിതയിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചു. ചേർത്തലയാണ് നങ്ങേലിയുടെ ദേശം. അവൾ പാർത്തിരുന്ന ഇടം മുലച്ചിപ്പറമ്പ് എന്ന പേരിൽ അറിയപ്പെട്ടു. വൈകാതെ മുലക്കരം പിൻവലിക്കപ്പെട്ടു. എത്ര പേർ പന്തങ്ങളായി കത്തിത്തീർന്ന വെളിച്ചത്തിലാണ് നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചെങ്കിലും തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നത്. വിമോചനത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും മാതൃകകളായി സ്ത്രീ കഥാപാത്രങ്ങളെ വായനക്കാർക്ക് മുന്നിൽ നിരത്തുമ്പോൾ നമ്മൾ പുലർത്തിപ്പോരുന്ന പുരുഷ കേന്ദ്രീകൃത ലോകം എത്രയോ പരുഷമാണ് എന്ന് തോന്നിപ്പോകും. സ്ത്രീ ജീവിതങ്ങൾ പകർന്നേകുന്ന നനവിലും നിലവിലുമാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം പുലരുന്നതും പൂക്കുന്നതും പുഷ്പിക്കുന്നതും പൂർണ്ണത പ്രാപിക്കുന്നതുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പലപ്പോഴും അനുബന്ധമായി അച്ഛൻ പറയുന്ന ഫലിത കഥകൾ
അച്ഛൻ വരച്ചിടുന്ന ചായക്കൂട്ടുകളിലേക്ക് വായനക്കാരെയും ചാലിച്ചെടുക്കുന്നുണ്ട്. ദിവ്യപ്രകാശം എന്ന ഇക്കഥ കേൾക്കുക. ഒരാൾ ഗുരുവായ സന്യാസിയുടെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു: സ്വാമി, ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ പെട്ടെന്ന് ഉണർന്നാൽ ഭാര്യയുടെ മുഖം ഏതോ ദൈവിക പ്രകാശത്തിൽ തിളങ്ങുന്നതായി കാണാറുണ്ട്. പുതച്ചിരിക്കുന്ന പുതപ്പിൽ കൂടി വെളിയിൽ കാണാൻ പറ്റുന്ന പ്രകാശം. ഇത് എന്തൊരു അത്ഭുതമാണ് സ്വാമി. സ്വാമി പറഞ്ഞു: വത്സ, നിന്റെ മൊബൈലിൽ പാസ്വേഡ് ഇട്ട് വെക്ക്. അവൾ നിന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതാണ് രാത്രിയിൽ. സുഗതകുമാരി ടീച്ചർ ഒരിക്കൽ ഇങ്ങനെ എഴുതി: ഒരു സ്ത്രീയാണ് എൻ്റെ മുന്നിൽ ഇന്ന് ഇന്ത്യയുടെ രൂപത്തിൽ വന്നു നിൽക്കുന്നത്. ഏറെ മക്കളുടെ അമ്മ, ക്ഷീണിത, അപമാനിത, ദരിദ്ര. കുടിയനായ ഭർത്താവിന്റെ മർദ്ദനമേറ്റ് നീരുകെട്ടിയ മുഖവുമായി, വിളറിയതെങ്കിലും അലിവ് നിറഞ്ഞ ചിരിയുമായി അവൾ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. അവളുടെ ഭാവിയാണ് ഇന്ത്യയുടെ ഭാവി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബോബി ജോസ് അച്ഛന്റെ പ്രാർത്ഥന ഉയരുന്നത്. അവളുടെ പുഞ്ചിരി വീണ്ടെടുക്കാത്തിടത്തോളം കാലം ഒരു ദൈവരാജ്യവും ഈ ഭൂമിയിൽ വരാൻ പോകുന്നില്ല. സ്ത്രീയുടെ മഹത്വവും പ്രകാശവും സ്വാതന്ത്ര്യവും വീണ്ടെടുക്കാനായി ഒരു കൈ സഹായം കൊടുക്കുവാൻ നിമിത്തമാകുവാൻ ഭൂമിയിലെ പുരുഷന്മാരെയൊക്കെ സഹായിക്കണമേ. ആമേൻ.